ഇപ്പോൾ ലോകം ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ കാണുകയാണ്. അധികാരം, വിശ്വാസവഞ്ചന, ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങൾ, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉണ്ട്. ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളാണ്. ഇവർ തമ്മിലാണ് പോര് തുടരുന്നു, മുറുകുന്നു. ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും ഉടമയായ കോടീശ്വരൻ ഇലോൺ മസ്ക് ട്രംപിൻ്റെ പുതിയ ബില്ലിനെ വെറുപ്പുളവാക്കുന്ന ഒരു അസംബന്ധമെന്ന് പരസ്യമായി വിമർശിച്ചു. വ്യാഴാഴ്ച ജർമ്മൻ ചാൻസലറെ ഓവൽ ഓഫീസിൽ സ്വീകരിക്കവേ ട്രംപ് മറുപടി നൽകി. ഇലോണുമായി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ട്രംപ് നിരാശ നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇനി അതുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ ഈ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഞങ്ങളുടെ മനോഹരമായ യാത്രയയപ്പ് സമയത്തുണ്ടായിരുന്നു. ഇലോൺ ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു. ട്രംപ് ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ മനോഹരമായ ബില്ലിനോട് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ട്രംപ് പറഞ്ഞു. ട്രംപ് അവിടെ നിർത്തിയില്ല. ബില്ലിൻ്റെ എല്ലാ വിശദാംശങ്ങളും ട്രംപിന് അറിയാമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. മസ്കിൻ്റെ ടെസ്ല സാമ്രാജ്യത്തിന് നിർണായകമായ ഇലക്ട്രിക് വാഹന സബ്സിഡികൾ ലഭിക്കുന്നതിന് ഭീഷണി ഉയർത്തിയതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്നും അതുവരെ ബില്ലിനൊരു പ്രശ്നവും കാണാൻ ട്രംപിന് കഴിഞ്ഞില്ലെന്നും ട്രംപ് തട്ടിവിട്ടു. മസ്കിൻ്റെ ടെസ്ലയ്ക്ക് നിർണായകമായ സബ്സിഡികൾ നിർത്തലാക്കാൻ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായതെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ മസ്കിനെ പ്രതിക്കൂട്ടിലാക്കി ട്രംപ്. മസ്കിൻ്റെ സഹായമില്ലാതെ താൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നുവെന്ന് ട്രംപ് വീമ്പിളക്കി. ട്രംപിൻ്റെ പത്രസമ്മേളനം തത്സമയം കണ്ട മസ്ക് പക്ഷേ തിരിച്ചടിച്ചു. സ്വന്തം പ്ലാറ്റ്ഫോമായ എക്സിൽ കനത്ത പ്രതികരണം തന്നെ മസ്ക് നടത്തി. ആദ്യം ബിൽ താനും കണ്ടുവന്ന ട്രംപിൻ്റെ അവകാശവാദം അദ്ദേഹം നിഷേധിച്ചു. കോൺഗ്രസിലെ പലർക്കും അത് വായിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്നെ മസ്ക് കടുത്ത ആക്രമണത്തിന് തയ്യാറായി. തൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോറ്റേനെ. എക്സിൽ മസ്ക് അവകാശപ്പെട്ടു. നന്ദികേടാണിത്, മസ്ക് തുറന്നടിച്ചു. മസ്ക് പ്രസിഡന്റിനെ നന്ദികെട്ട നുണയനെന്ന് വിളിച്ചു. ട്രംപ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ട്രൂ സോഷ്യലിൽ മറുപടി നൽകി. ഇലോൺ എന്നെ ശല്യപ്പെടുത്തുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പോകാൻ ആവശ്യപ്പെട്ടു. എല്ലാവരെയും ഇലക്ട്രിക് വാഹന കാറുകൾ വാങ്ങാൻ നിർബന്ധിതരാക്കിയ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക് വാഹന മാൻഡേറ്റ് ഞാൻ എടുത്തു കളഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് ഭ്രാന്തനായി. ബജറ്റിൽ കോടിക്കണക്കിന് പണം ലാഭിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇലോണിൻ്റെ സർക്കാർ സബ്സിഡികളും കരാറുകളും അവസാനിപ്പിക്കുക എന്നതാണ്. ട്രംപ് തിരിച്ചടിച്ചു. ഇതൊരു വലിയ ഭീഷണിയാണ്. ടെസ്ലയും സ്പേസ് എക്സും ഉൾപ്പെടെയുള്ള മസ്കിൻ്റെ കമ്പനികൾക്ക് കുറഞ്ഞത് $38 ബില്യൺ സർക്കാർ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മസ്ക് അതിലും തളർന്നില്ല. തൊട്ടു പിന്നാലെ ഒരു കനത്ത പ്രഹരം വന്നു. ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ട്. അതാണ് അവ പ്രസിദ്ധീകരിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം. മസ്ക് അടുത്ത ഭൂതത്തെ തുറന്നുവിട്ടു. എന്താണ് എപ്സ്റ്റീൻ ഫയലുകൾ? കുറ്റവാളിയായ ബാലപീഡകനായിരുന്നു കോടീശ്വരനായ ജെഫ്രി എപ്സ്റ്റീൻ. ട്രംപ് ഉൾപ്പെടെയുള്ള ശക്തരായ വ്യക്തികളുമായി ബന്ധമുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു. എപ്സ്റ്റീൻ ഫയലുകളിൽ ജെഫ്രി എപ്സ്റ്റീൻ്റെ ബാലപീഡന കഥകളുണ്ട്. പ്രമുഖരുമായുള്ള നിശാപാർട്ടികളുടെ പൂർണ്ണ വിവരങ്ങളുണ്ട്. US അധികാരികളുടെ കൈവശമുള്ള പുറത്തുവിടാത്ത രേഖകളാണവ. സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ട്രംപ് ഈ ഫയലുകൾ മറച്ചുവെക്കുന്നതെന്നാണ് മസ്കിൻ്റെ ആരോപണം. പ്രസിഡന്റിനെ ഒരു കുപ്രസിദ്ധ കുറ്റവാളിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ആരോപണം ഒരു ബോംബാണ്. എന്നാൽ ഇതിൽ ട്രംപ് വീണു. ട്രംപ് എപ്സ്റ്റീൻ ആരോപണത്തിന് നേരിട്ട് മറുപടി നൽകിയില്ല. പകരം പറഞ്ഞതിങ്ങനെ: ഇലോൺ എനിക്കെതിരെ തിരിയുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ അദ്ദേഹം അത് മാസങ്ങൾക്ക് മുമ്പ് ചെയ്യണമായിരുന്നു. കോൺഗ്രസിന് മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും മികച്ച ബില്ലുകളിൽ ഒന്നാണിത്. ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ മസ്ക് വിട്ടില്ല. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും JD വാൻസിനെ പ്രസിഡൻ്റാക്കണമെന്നും പറഞ്ഞ ഒരു എക്സ്പോസ്റ്റ് മസ്ക് റീട്വീറ്റ് ചെയ്തു. ട്രംപിൻ്റെ താരിഫുകൾ ഈ വർഷാവസാനത്തോടെ മാന്ദ്യത്തിന് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പിന്നെ പെട്ടെന്ന് ഓൺലൈൻ യുദ്ധം നിന്നു. ഇപ്പോൾ കൊടുങ്കാറ്റിന് ശേഷമുള്ള നിശബ്ദത പോലെയാണ് സ്ഥിതി.